ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ സാധാരണ വ്യക്തിയുടെ ജീവിതത്തിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഹെൽത്ത് ഇൻഷുറൻസ്, സെക്കൻഡ് വൺ ടേം ഇൻഷുറൻസ്, തേർഡ് വൺ ഒരു SIP. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വരുന്ന ഹോസ്പിറ്റൽ എമർജൻസി പോലുള്ള ബില്ലുകൾ, ഒരു സാധാരണ ഒരു കുടുംബം, ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികളെന്ന് പറയുന്ന സമയത്ത് ഒരു മിനിമം 5 lakhs rupees ഉണ്ടെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പോളിസി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം ടേം ഇൻഷുറൻസ്. നമ്മുടെ ഫാമിലീനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം ഇൻഷുറൻസ് ഉള്ളത്. പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ് എന്തിനാണ് ഇങ്ങനത്തെയുള്ള ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് എന്താ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന പല മരണങ്ങളും അല്ലെങ്കിൽ പല ടെർമിനലായിട്ടുള്ള ഇൽനെസ് പോലുള്ള അസുഖങ്ങളും സംഭവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഒരു കാരണവശാലും അവർ ഇങ്ങനത്തെ ഒരു പോളിസി എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അയാളുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 15 മടങ്ങ് നമുക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആയി. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 lakhs rupees എങ്കിലും ഒരു ടേം ഇൻഷുറൻസ് ആ ഗൃഹനാഥൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. മൂന്നാമതായിട്ട് നിർബന്ധമായിട്ടും ഏതൊരു സാധാരണ വ്യക്തി പോലും അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് SIP. ഏതൊരു സാധാരണ ജോലിക്കാരനാണെങ്കിൽ പോലും ഒരു മാസം 2500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും നല്ലൊരു ഗ്രോത്താണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന അടുത്ത 10-15 വർഷത്തിൽ പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയെ നോക്കിക്കണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ജപ്പാനെ മറികടന്ന് ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾക്കും ഭാഗമാകാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 3 ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫാമിലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇതിൽ യാതൊരു സംശയവുമില്ല.